സുരേഷ് ഗോപിയുടെ കടന്നുവരവോടെ BJP വലിയ മുന്നേറ്റം നടത്തുന്ന തൃശൂർ ഏതു വിധേനയും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP പാളയത്തിൽ നിന്ന് കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിയ സന്ദീപ് വാര്യരെ കോൺഗ്രസിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജീവൻ മരണ പോരാട്ടത്തിൽ അഭിമാന പോരാട്ടത്തിൽ 2026 തൃശൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് AICC നേതൃത്വം കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 1,72,358 വോട്ടർമാരാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ആകെയുള്ളത്. അവിടെ നിലവിൽ P. ബാലചന്ദ്രൻ CPIയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 44,263 വോട്ടുകളാണ് നേടി അവിടെ നിന്ന് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. അന്ന് പത്മജ വേണുഗോപാൽ നിലവിൽ BJPയുടെ ഭാഗമായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന K. കരുണാകരൻ്റെ മകൾ K. മുരളീധരൻ്റെ സഹോദരി 43,317 വോട്ടുകളാണ് അന്ന് നേടിയത്. 2020 ഏതാണ്ട് 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് പത്മജയ്ക്കെന്ന് പരാജയം സംഭവിച്ചത്. പത്മജയുടെ പരാജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം BJP സ്ഥാനാർത്ഥിയായി അന്ന് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച സുരേഷ് ഗോപിയുടെ കടന്നുവരവാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഏതാണ്ട് 19% വോട്ട് വിഹിതം 31% ഉയർത്തിക്കൊണ്ട്, അതായത് ഏതാണ്ട് 24,748 വോട്ടുകൾ മാത്രം 2016 തെരഞ്ഞെടുപ്പിൽ ലഭിച്ച BJPക്ക് 2021 ആകുമ്പോൾ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ചത് 40,457 വോട്ടുകളാണ്. അതായത് 31% അവരുടെ വോട്ട് വിഹിതം തൃശ്ശൂരിൽ വർദ്ധിച്ചു. ഒരുപക്ഷെ പത്മജ വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തന്നെ ഗതി മാറ്റത്തിന് വഴിവെച്ച ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പത്മജയുടെ പരാജയത്തിൻ്റെ കാരണം യഥാർത്ഥത്തിൽ BJPക്ക് അധികമായി തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ച ഏതാണ്ട് 20,000-ലധികം വോട്ടുകളാണ്. അത് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ചോർന്നതാണ് എന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയെങ്കിലും ചോർത്തി നൽകിയതാണ്, ബോധപൂർവം തന്നെ കാലുവാരിയതാണ് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ പാർട്ടി തന്നെ വിടുന്ന ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും തൃശ്ശൂർ തിരികെ പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യരെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം ഏത് വിധേനയും കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർണായക രാഷ്ട്രീയ നീക്കത്തിന് കോൺഗ്രസ് പാളയം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യരെ തൃശ്ശൂരിൽ പരീക്ഷിക്കുന്നതിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾ ഉറപ്പാക്കുന്നതിനൊപ്പം BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികമായി ലഭിച്ച ഏതാണ്ട് 20,000-ലധികം വോട്ടുകൾ ഉണ്ട് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ. ആ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയാൽ, അതായത് അതിൽ ഒരു 10,000 വോട്ടുകളെങ്കിലും അധികമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ വിജയം ഉറപ്പാക്കാൻ കഴിയും. അതോടൊപ്പം ഭരണവിരുദ്ധ വികാരം കൂടി പ്രതിഫലിച്ചാൽ അനായാസേനെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും എന്ന ഒരു വിലയിരുത്തലിൽ തന്നെയാണ് സന്ദീപ് വാര്യരെ തന്നെ തൃശ്ശൂരിൽ കളത്തിലിറക്കാനുള്ള ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം പിടിച്ചുകൊണ്ട് തൃശ്ശൂരിൽ കൃത്യമായ ഒരു തിരിച്ചുവരവിന് കളമൊരുക്കുക. അങ്ങനെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് കടുത്ത വെല്ലുവിളി ഉണർത്തുന്ന തരത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നൊരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് സന്ദീപ് വാര്യരെ ആദ്യം നിയമസഭയിൽ പരീക്ഷിക്കാനുള്ള ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തുന്നത്. അതിന് സംസ്ഥാനത്തെ മറ്റ് നേതാക്കളുടെ കൂടി ആശീർവാദം ഉറപ്പാക്കിക്കൊണ്ട് സന്ദീപ് വാര്യരെ തൃശ്ശൂരിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ അതിന് പ്രാദേശിക നേതൃത്വത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമോ എന്നതാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനും ഹൈക്കമാൻഡിന് മുമ്പിലും അവശേഷിക്കുന്ന ഒരു വെല്ലുവിളി. ജയസാധ്യതയ്ക്ക് തന്നെ പരിഗണന കൊടുത്തുകൊണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സന്ദീപ് വാര്യരെ അവിടെ മത്സരരംഗത്തേക്ക് നിയോഗിച്ചാൽ അത് കൃത്യമായി UDFന് നേട്ടമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്ന ഒരു യാഥാർത്ഥ്യം അത് പ്രാദേശിക നേതാക്കളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് സന്ദീപ് വാര്യരെ കളത്തിലിറക്കാനുള്ള നീക്കമായിരിക്കും അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക.